ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസ് നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന, അതായത് നമ്മളെ നാഷണലിൽ തന്നെ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് വരുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, അതിൻ്റെ കീ ഫീച്ചേഴ്സ്, അതിൻ്റെ കാര്യങ്ങൾ, അതായത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഏതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയ ബ്രീഫായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നോക്കാം അല്ലേ. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ആർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ആൻഡ് ഫണ്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തതുമായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അവരെന്താ ചെയ്യുന്നത്? ദേ പ്ലേ എ പിവോട്ടൽ റോൾ ഇൻ പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഫോസ്റ്ററിംഗ് റിസർച്ച് ആൻഡ് പ്രൊമോട്ടിംഗ് നാഷണൽ ഇൻറ്റഗ്രേഷൻ. അതായത് നമ്മൾ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ റിസർച്ചിലും കാര്യങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ ഫോസ്റ്റർ ചെയ്യുക, ആ റിസർച്ചിനെ ഫോസ്റ്റർ ചെയ്യുക, പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് നാഷണൽ ഇൻറ്റഗ്രേഷൻ. അതായത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിലൂടെ നമുക്ക് ഈ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എത്തിക്കാന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യുക, ഫണ്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുക. അപ്പോൾ അതാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കീ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ കീ ഫീച്ചേഴ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഗവേൺഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് എന്ത് അതിനെ ഫണ്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ അത് നോക്കി നടത്തുന്നതും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ ആരാണ്? നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇനി ഏതൊക്കെ പ്രോഗ്രാമുകളാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ചെയ്യാൻ പറ്റുമെന്നോ നോക്കാം. UG പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ, അതായത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ അല്ലേ, അതിനാണ് നമ്മൾ UG പ്രോഗ്രാം. ജനറൽ തന്നെ ആവണമെന്നില്ല, നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിഗ്രീസും എന്ത് ചെയ്യാം, നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് അക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ PG പ്രോഗ്രാമുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടറൽ, അത് നമ്മൾ PhD പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ റിസർച്ച് പ്രോഗ്രാമുകൾ എന്താണ് അവൈലബിൾ ആണ് അക്രോസ് ഡൈവേഴ്സ് ഡിസിപ്ലിൻസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് സബ്ജക്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആർട്സ് ആവാം, സയൻസ് ആവാം, നമുക്ക് സ്പോർട്സ് ആവാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. അതിലൊക്കെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നമുക്ക് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് നേടാൻ പറ്റും. ഇനി നോൺ ഫോർ അക്കാഡമിക് എക്സലൻസ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അക്കാഡമിക് എക്സലൻസ്, റിസർച്ച് ഔട്ട്പുട്ട് ആൻഡ് വൈബ്രന്റ് ക്യാമ്പസ് ലൈഫ്. അതായത് നല്ലൊരു ക്യാമ്പസ് ലൈഫ്, അതേപോലെ തന്നെ റിസർച്ച് ഔട്ട്പുട്ട് കൂടുതലുള്ള, അതേപോലെ തന്നെ അക്കാഡമിക് എക്സലൻസ് ഒക്കെ കൂടുതലായിട്ടുള്ള ക്യാമ്പസുകളായിരിക്കും നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഒരു എല്ലാ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അടുത്തതായിട്ടുള്ളത് നമുക്ക് നോക്കാനുള്ളത് അഡ്മിഷൻ പ്രോസസ്സാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് എങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ നോക്കാനുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് CUET ആണ്, അല്ലെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ത്രൂ ആണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം നടക്കുന്നത്. സോ CUET UG ഉണ്ട്, CUET PG ഉണ്ട്. ഈ രണ്ട് എക്സാംസ് ത്രൂ ആണ് UG പ്രോഗ്രാമുകളിലേക്കും PG പ്രോഗ്രാമുകളിലേക്കും മെയിൻ ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റീസിലും മെയിൻ ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇത് മാത്രമല്ല, ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് ഉണ്ട്. ആ സൈറ്റ്സ് ത്രൂ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ 2025 CUET രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത വർഷം നമുക്ക് ആരെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വർഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിനുള്ള അപ്ലൈ ചെയ്യാനുള്ളതും അതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയാനുള്ള സൈറ്റാണ് https://CUT.nta.nic.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ CUT കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഡേറ്റ്സ് എപ്പോഴാണ്, ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ടോപ്പിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി അല്ലെങ്കിൽ DU. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും നിങ്ങൾ പരിചിതമായിരിക്കും. നമ്മുടെ ഡൽഹിയിൽ കാണുന്ന, ഡൽഹിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1922 ഇറ്റ് ഈസ് എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, വൈഡ് റേഞ്ച് ഓഫ് ഡിസിപ്ലിൻസ്, ഒരുപാട്
ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഗ്രി PG അല്ലെങ്കിൽ റിസർച്ച് കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജസ് ആയിട്ടാണ് എന്താ അത് സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡിലാണ് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇനി അടുത്തതായിട്ട് സെക്കൻഡ് വൺ വരുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ JNU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതും ഡൽഹിയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1969 ആണ്. ഏറ്റവും കൂടുതൽ റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസും അതേപോലെ തന്നെ സോഷ്യൽ ആൻഡ് അപ്ലൈഡ് സയൻസിലൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് JNUലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. വാരണാസി ഉത്തർപ്രദേശിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് നമ്മളുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 1916 നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ലാർജസ്റ്റ് റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ഇൻ ഏഷ്യ, ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയാണ് എന്താ BHU എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായി നോക്കാനുള്ളത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ AMU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അതിൽ അലിഗഡ് ഓൾറെഡി നെയിമിൽ തന്നെ ഉണ്ട്. അലിഗഡ് ഉത്തർപ്രദേശിലാണ് എന്താ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 1920 ആ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹിസ്റ്റോറിക് ഫുള്ളി റെസിഡൻഷ്യൽ ഡൈവേഴ്സ് പ്രോഗ്രാംസ് ആണ് എന്താ ഇതിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത യൂണിവേഴ്സിറ്റി നമുക്ക് നോക്കാനുള്ളത് ജാമിയ മില്ലിയ ഇസ്ലാമിയ അല്ലെങ്കിൽ JMI എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതും ഡൽഹിയിലാണുള്ളത്. ഇനി നമുക്ക് അത് നോക്കുകയാണെങ്കിൽ 1920 തന്നെയാണ് എന്താ അതിൻ്റെയും എസ്റ്റാബ്ലിഷ്മെന്റ് നടന്നിട്ടുള്ളത്. A++ NAC റേറ്റിംഗും അതേപോലെ തന്നെ റിച്ച് ഹിസ്റ്ററി, ഒരുപാട് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. നാഷണൽ റാങ്കിങ്സിലൊക്കെ ടോപ്പ് ലെവലിലും കൂടി നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് എന്ത് JMI എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ടോപ്പ് ലെവലിൽ തന്നെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നോക്കാം യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അല്ലെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി HCU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഹൈദരാബാദ് തെലങ്കാന സ്റ്റേറ്റിലാണ് എന്ത് നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 1974 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എക്സലൻസ് ഇൻ റിസർച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫോക്കസ് ഒക്കെ ആണ്, അതായത് റിസർച്ചിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫോക്കസ് ഒക്കെ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്ത് HCU എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നാഗാലാൻഡ് യൂണിവേഴ്സിറ്റിയാണ്. നോർത്ത് ഈസ്റ്റിൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി. നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ആ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1994 മൾട്ടിപ്പിൾ ക്യാമ്പസസ് ഉണ്ട്. റീജിയണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റം കൂടിയാണിത് നമ്മുടെ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ ടോപ്പ് ലെവലിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി, നമ്മുടെ ഇന്ത്യയിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള നോട്ടബിൾ ആയിട്ടുള്ള കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ, അവരുടെ ഹൈലൈറ്റ്സും കൂടി എന്ത് ചെയ്യണം നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് DUവിൻ്റെ ആണ്. DUവിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് UG പ്രോഗ്രാമും ഒരുപാട് PG പ്രോഗ്രാമും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് DU എന്ന് പറയുന്നത്. റിനോൺ ഫോർ അക്കാഡമിക് എക്സലൻസ് ആൻഡ് വൈബ്രന്റ് സ്റ്റുഡൻറ് ലൈഫ്. UG പ്രോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ലെവലിൽ വരുന്ന ഒരുപാട് ക്യാമ്പസുകൾ വരുന്നത് നമ്മുടെ DUവിലാണ്. DUവിൽ തന്നെ ഹിന്ദു ക്യാമ്പസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളത് ഹിന്ദു ക്യാമ്പസിലാണ് അല്ലെങ്കിൽ ഹിന്ദു കോളേജിലാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, JNUവിൽ നോക്കാം. നമ്മൾ JNUവിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. റിസർച്ച്ഡ് ആയിട്ടുള്ള എസ്പെഷ്യലി സോഷ്യൽ സയൻസും അപ്ലൈഡ് സയൻസിലും റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ JNUവിലാണ്. അർബൻ ക്യാമ്പസ് ഇൻ ഡൽഹി, അതായത് അർബൻ ക്യാമ്പസ് ആണ്. സ്ട്രോങ് ഫാക്കൽറ്റി ആൻഡ് റിസർച്ച് കൾച്ചറും കൂടി ഉണ്ട് നമ്മുടെ JNU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ BHUവിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഓൺ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറിനെയും സയൻസിനെയും ടെക്നോളജിയും ഒക്കെ എന്ത് ചെയ്യും, അത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവിടുത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി ഹൗസസ് മേജർ ഹോസ്പിറ്റൽസ് ആൻഡ് മ്യൂസിയം, ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹോസ്പിറ്റൽസും മ്യൂസിയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് BHUവിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത് ഇവരുടെ നോട്ടബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്ത്യയിലെ ടോപ്പ് 3 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 4ഉം 5ഉം 6ഉം നമുക്ക് നോക്കിയാക്കാം. 4ഉം 5ഉം 6ഉം വരുന്നത്. 4th വൺ വരുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് എന്ത് നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ 37,000 സ്റ്റുഡൻസ്
പഠിക്കുന്നുണ്ട്. സ്ട്രോങ് ലെഗസി ഇൻ എഡ്യൂക്കേഷനിൽ സ്ട്രോങ് ലെഗസി കൂടിയുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് AMU എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് JMI ആണ്, ജാമിയ മില്ലിയ ഇസ്ലാമിയ. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇത് സ്ട്രോങ് എംഫസൈസ് ഓൺ റിസർച്ച് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും സ്ട്രോങ് എംഫസിസ് ഓൺ റിസർച്ചും ആണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ടുള്ള യൂണിവേഴ്സിറ്റി, അതായത് 6th വൺ വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അല്ലെങ്കിൽ UOH അല്ലെങ്കിൽ HU എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഓൺ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതായത് ഏറ്റവും കൂടുതൽ PG പ്രോഗ്രാമും റിസർച്ചിലുമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. റെക്കഗ്നൈസ്ഡ് എമംഗ് ഏഷ്യാസ് ടോപ്പ് 100 ഇൻ സെവറൽ അക്കാഡമിക് ഫീൽഡ്സ്, അതായത് ടോപ്പ് 100 ഇന്ത്യയിൽ, അതായത് ഏഷ്യയിൽ തന്നെ ടോപ്പ് 100 അംഗീകരിച്ചുള്ള റെക്കഗ്നൈസ് ചെയ്ത ഒരുപാട് കോഴ്സുകൾ അല്ലെങ്കിൽ അക്കാഡമിക് ഫീൽഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ HUവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം HU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് 6ാം റാങ്കിൽ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 യൂണിവേഴ്സിറ്റികൾ നോക്കാനുണ്ട്. നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ക്യാമ്പസ് ആണ്. നാഗാലാൻഡിൽ മൾട്ടിപ്പിൾ ക്യാമ്പസുകളിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അക്രോസ് നമുക്ക് കാണാൻ പറ്റുക. ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് ഡോക്ടറൽ പ്രോഗ്രാംസ്, അതായത് PG പ്രോഗ്രാമും PhD പ്രോഗ്രാമുമാണ് കൂടുതലായിട്ട് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മണിപ്പൂർ യൂണിവേഴ്സിറ്റിയാണ് അടുത്തതായിട്ട് വരുന്നത്. ബിക്കേം എ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻ 2005. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു യൂണിവേഴ്സിറ്റി കൂടി എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ലെവലിൽ അല്ലെങ്കിൽ അടുത്ത ടോപ്പ് ലെവലിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പ്ലേസ് എ കീ റോൾ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കീ റോൾ വഹിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മണിപ്പൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്താ നമ്മളെ ടോപ്പ് ലെവലിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി? സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യാസ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ 8 യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഈ 8 യൂണിവേഴ്സിറ്റീസിലും നമുക്ക് മെയിൻ ആയിട്ടുള്ള നോട്ടബിൾ ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഹയർ എഡ്യൂക്കേഷൻസ് ആണ് അല്ലേ. നമുക്ക് PG പ്രോഗ്രാം, അതേപോലെ തന്നെ ഡോക്ടറൽ പ്രോഗ്രാംസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പം മെയിനായിട്ട് UG പ്രോഗ്രാമുകളിലേക്കല്ല അവിടെ കൂടുതലായിട്ട് നമ്മൾ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ കാണാൻ പറ്റും അത് ഒരു ബാക്ക് ബോൺ ആണ് അല്ലേ. ഇന്ത്യൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ബാക്ക് ബോൺ സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതേ കോൺട്രിബ്യൂട്ട് significantly to research, innovations and social development. അതായത് നമ്മൾ റിസർച്ച് ആവട്ടെ, ഇന്നോവേഷൻസ് ആവട്ടെ, സോഷ്യൽ ഡെവലപ്മെന്റ് ആവട്ടെ, ഇതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ക്യാമ്പസുകൾ കൂടിയാണ് നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങളും ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ കേട്ടിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റികളൊക്കെ പറയുന്നത്. ഇനി ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ റെക്കഗ്നൈസ്ഡ് നാഷണലി ആൻഡ് ഇന്റർനാഷണലി ഫോർ ദെയർ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡൈവേഴ്സ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസ്. അതായത് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ആൾക്കാരുണ്ടാവും, ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ വരുന്ന ആൾക്കാരുണ്ടാവും, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. നമുക്ക് കൾച്ചറൽ ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടക്കും. അതേപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റീസ് ആണ് അവിടെ ഉണ്ടാവുക. അക്കാഡമിക് സ്റ്റാൻഡേർഡും ഒക്കെ നല്ല രീതിയിലുള്ള പ്രൊഫസേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ ബാക്കിയുള്ള നമ്മൾ നോർമലായിട്ട് കാണുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ്, മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഇതേപോലെയുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസ് എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ചാനലിൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. CUET ത്രൂ ആണ് നമ്മളെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അതും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടേക്കുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഓൾ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതേപോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഫൗണ്ടേഷൻ പ്രോഗ്രാം തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അവിടേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക്
കോൾ ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും അവിടെ കാണും. ഓക്കെ, യെസ്. അപ്പം ഇത്രയാണ് നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓവർവ്യൂ ചെയ്യാം. യെസ്, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.